നിങ്ങൾക്കറിയാവോ, പുരാതന കാലത്ത് ഇന്ത്യ എന്നാൽ ഗ്രീസിലും ബാബിലോണിലുള്ള ആളുകൾ കോട്ടൺ എന്നായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കോട്ടൺ അന്നും ഇന്നും ലോകവേദിയിൽ ഇന്ത്യയുടെ വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗമാണ്. അപ്പൊ ഇന്ത്യ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമുള്ള കോട്ടൺ നൂലുകൾ BC 4000 മുതലുള്ളതാണ്. അപ്പോൾ BC 2500 മുതൽ ആളുകൾ ഇവിടെ തുണിയിൽ ചായം പൂശുന്നുണ്ട്. ചോളാസ്, സെൽജൂസ്, സഫവീഡ്സിന്റെ ഒക്കെ കാലം മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായം വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഇന്നിപ്പം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യൻ GDP-യിലേക്ക് 2.3% സംഭാവന ചെയ്യുന്നുണ്ട്. 13% ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതുപോലെ 12% എക്സ്പോർട്സിലും. അത് മാത്രമല്ല, ആഗോള തുണിത്തരത്തിലും വസ്ത്ര വ്യാപാരത്തിലും ഇന്ത്യക്ക് 4% ഷെയർ ഉണ്ട്. അത് മാത്രമല്ല, ലോകമെമ്പാടുള്ള രണ്ടാമത്തെ സിൽക്ക് നിർമ്മാതാവാണ്. അതുപോലെ തന്നെ ലോകത്തിലെ കൈകൊണ്ട് നെയ്ത തുണിത്തരങ്ങളിൽ 95% ഇന്ത്യയിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇന്ന് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ലിസ്റ്റ് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ കുറിച്ചാവും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്ടറൽ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഭാരത് ടെക്സ് 2024, അതുപോലെ തന്നെ ഈ ഒരു സെക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വളർച്ചയെന്ന് പ്രയോജനം നേടുന്ന 3 സ്റ്റോക്കുകൾ നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മൾ ഇവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നമുക്ക് സെക്ടർ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ കാര്യം, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏറ്റവും പഴക്കം ചെന്നതാണെങ്കിലും തൊഴിലാളി പ്രശ്നം മുതൽ ചെറിയ ഉൽപാദന ചെലവ് വാഗ്ദാനം ചെയ്യുന്ന ചെറിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരം വരെ നേരിടുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ വെല്ലുവിളികൾ കാരണം ഈ ഒരു മേഖലയുടെ പുരോഗതിക്ക് ഇത് തടസ്സമായിട്ടുണ്ട്. എന്നിട്ടും കോവിഡിന് ശേഷമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റാലിയിൽ ടെക്സ്റ്റൈൽസ് മുൻനിര മേഖലയിൽ ഒന്നായി ഉയർന്നു. അപ്പൊ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റ് സൈസ് 10% CAGR വളർന്ന് 2030 $350 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ കാര്യം, നിങ്ങൾ എൽ നീനോ എഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പം എൽ നീനോ എഫക്ട് എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ പസഫിക് സമുദ്രത്തിന്റെ ഒരു ഭാഗം സാധാരണയേക്കാൾ ചൂടാവുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണിത്. അപ്പം ഇത് ലോകമെമ്പാടുള്ള കാലാവസ്ഥയെ മാറ്റുന്നുണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിൽ വിളകൾ വളർത്തുന്നതിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. എൽ നീനോ ചലഞ്ച് ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യ ഇപ്പോഴും കോട്ടൺ കൃഷി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ US പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ കോട്ടൺ വിൽക്കാൻ നല്ലൊരു അവസരം ഉണ്ടെന്നാണ്. ഇനി ചൈന +1 സ്ട്രാറ്റജി. ഇപ്പൊ രാജ്യങ്ങളെ ചൈനയെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി തങ്ങളുടെ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി രാജ്യങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ചൈനയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ലേബർ കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ ഇന്ത്യ അവരുടെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തത് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവ് സ്കീം, അതായത് PLI സ്കീം. അപ്പൊ ഈ ഒരു മേഖലയിൽ നിരവധി കമ്പനികൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ഇത്. ഇപ്പൊ ടെക്സ്റ്റൈൽ മേഖലയിൽ നിക്ഷേപം ആകർഷിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളും നിയന്ത്രണങ്ങൾ ലളിതമാക്കലും അതുപോലത്തെ ഇൻസെന്റീവ്സ് ഓഫർ ചെയ്യുന്ന പോളിസികൾ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പം PM മിത്ര സ്കീം ഒക്കെ. അപ്പോൾ ഈ ഒരു സ്കീമിൽ ഇന്ത്യയിലുടനീളം 7 മെഗാ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ പാർക്കുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെ കാര്യമായിട്ടുള്ള നിക്ഷേപം ആകർഷിക്കുന്നതുമായിട്ടുള്ള ഒരു സ്കീമാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു വളർച്ച സുഗമമാക്കാനുള്ള ഇവന്റ് ആയിരുന്നു ഭാരത് ടെക്സ് 2024. അപ്പൊ ഇത് ഫെബ്രുവരി 26 മുതൽ 29 വരെ ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിലാണ് നടന്നത്. അപ്പൊ എക്സിബിഷൻ, നോളജ് ഷെയറിംഗ്, അതുപോലെ നെറ്റ്വർക്കിംഗിനായിട്ട് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു മേഖലയിലെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ എന്താണ് ഭാരത് ടെക്സ് 2024? അപ്പൊ ഇന്ത്യയിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഇവന്റ് ആയ ഭാരത് ടെക്സ് 2024 ഫാം ടു ഫാഷൻ എന്ന വിഷൻ എടുത്തു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമുകളിൽ കോട്ടൺ, സിൽക്ക് തുടങ്ങിയ റോ മെറ്റീരിയൽ കൃഷി ചെയ്യുന്നത് മുതൽ ഉയർന്ന ഫാഷൻ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നവരെയുള്ള മുഴുവൻ ടെക്സ്റ്റൈൽ വാല്യൂ ചെയിൻ കാര്യക്ഷമതമാക്കുന്നതിലാണ് ഇത് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഫോക്കസ് ചെയ്യുന്നത്. ഭാരത് ടെക്സ് 2024 ഒരു ഇവന്റ് എന്നതിലുപരി ടെക്സ്റ്റൈൽ ലോകത്ത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു ഇത്. ഇനി നമുക്ക് ഈ ഒരു ഇവന്റിൽ പങ്കെടുത്ത 3 സ്റ്റോക്കുകൾ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ വികസനത്തിൽ നിന്ന് പ്രയോജനം നേടാൻ പോകുന്നതും. നിങ്ങൾ US പോളോ, ആരോ, ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലെയിൻ, അതുപോലെ ഫ്ലൈയിങ് മിഷൻ ഈ ഒരു ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡുകളെല്ലാം ഒരു കമ്പനിയുടെ കീഴിലാണ് വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കമ്പനിയാണ് അരവിന്ദ് ഫാഷൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് അഹമ്മദാബാദ് ആസ്ഥാനമാക്കിയുള്ള ലാൽബായ് ഗ്രൂപ്പിന്റെ പാർട്ടാണ്. അരവിന്ദ് ഫാഷൻസിന് 5 പോപ്പുലർ ഫാഷൻ ബ്രാൻഡുകളാണുള്ളത്. അപ്പോൾ ഇത് മാസ് പ്രീമിയം, മിഡ് പ്രീമിയം,
പ്രീമിയം അതുപോലെ തന്നെ സൂപ്പർ പ്രീമിയം എന്നീ കാറ്റഗറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് US പോളോ, ആരോ, ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലെയിൻ അതുപോലെ ഫ്ലൈ മെഷീനും. അപ്പോൾ ഓരോ ബ്രാൻഡും അതാത് വിഭാഗത്തിലെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നാണ്. ഇപ്പോൾ കാഷ്വൽ ബ്രാൻഡിൽ USPA ലീഡറാണ്. ടോപ്പ് 3 ഡെനിം ബ്രാൻഡ്സിൽ വരുന്നതാണ് ഫ്ലൈ മെഷീൻ. അതുപോലെ ടോപ്പ് 3 ഫോമൽ വെയർ ബ്രാൻഡ്സിൽ വരുന്നതാണ് ആരോ. ലാസ്റ്റ്ലി സൂപ്പർ പ്രീമിയം കാഷ്വൽസിൽ ടോപ്പ് 2 പൊസിഷനിൽ വരുന്നതാണ് ടോമി ഹിൽഫിഗർ അതുപോലെ കാൽവിൻ ക്ലെയിനും. 2024 Q2 അരവിന്ദ് ഫാഷൻസ് അവരുടെ സബ്സിഡറി ആയ അരവിന്ദ് ബ്യൂട്ടി ബ്രാൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ഒരു വിൽപ്പനയ്ക്കൊപ്പം മറ്റ് 2 ബ്രാൻഡുകളായ ED ഹാർഡി അതുപോലെ എയറോ പോസ്റ്റൽ എന്നീ കമ്പനിയുടെ ഭാഗമാവാതിരിക്കാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചു. അപ്പോൾ സെഫോറയിൽ നിന്ന് കമ്പനിക്ക് പേയ്മെന്റ് ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു നീക്കം. ഇപ്പോൾ റോയാലിറ്റി പേയ്മെന്റുകൾ പോലെയുള്ള ബ്രാൻഡുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇപ്പം അരവിന്ദ് ഫാഷൻസ് ഭാരത് ടെക്സ് 2024 പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ കുതിച്ചുചാട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് അട്രാക്റ്റീവ് ഓപ്ഷൻ ആയിട്ട് മാറുന്നത്? ഇപ്പോൾ ഫൈനാൻഷ്യൽ 2022 അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ 2023 കമ്പനിക്ക് അവരുടെ കടം 80% കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പം ഇത് അവർ നേടിയത് അവർ നോൺ പെർഫോമിംഗ് ബ്രാൻഡുകൾ വിറ്റുകൊണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടുമാണ്. കൂടാതെ കമ്പനി പല റൈറ്റ് ഇഷ്യൂസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ടിൽ കൂടുതൽ ഷെയർസുകൾ നൽകുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ അവർ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്സ് നടത്തുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്പെസിഫിക് പ്രൈസിൽ ഷെയർസ് അലോട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടെ അരവിന്ദ് യൂത്ത് ബ്രാൻഡ്സിന് സ്റ്റേക്ക് വിറ്റുകൊണ്ട് അവർ ഫണ്ട് റേസ് ചെയ്തു. കടം തീർക്കാനായിട്ട് സഹായിച്ച വഴികളാണിത്. 2020 ഫൈനാൻഷ്യൽ ഇയറിൽ കടം 1200 കോടിയായിട്ട് വർദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇതുവഴി ഫൈനാൻഷ്യൽ ഹെൽത്ത് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. അങ്ങനെ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ അരവിന്ദ് ഫാഷൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പം ഇന്ത്യയിലെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടുന്നതും അതുപോലെ തന്നെ ആളുകളൊക്കെ പ്രീമിയം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പം നിലവിലുള്ളതുകൊണ്ടും അത് കമ്പനിയുടെ ബ്രാൻഡുകൾക്ക് പ്രയോജനമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ടയർ 1 അതുപോലെ ടയർ 2 സിറ്റികളിൽ കയറിക്കൊണ്ട് ഈ ഒരു ബ്രാൻഡുകൾ റീച്ച് കൂട്ടാനുള്ള സ്ട്രാറ്റജിക് പ്ലാനാണ് മാനേജ്മെന്റിനുള്ളത്. അപ്പം ഈ ഒരു സമീപനം മാർക്കറ്റ് സാധ്യതകൾ കൂടുതലായി ഉപയോഗിക്കാത്ത മേഖലയിലാണ് ലക്ഷ്യമിടുന്നത്. അപ്പം ഈ ഒരു പ്രദേശങ്ങളിൽ ഹൈ ക്വാളിറ്റി പ്രീമിയം ഫാഷൻ ചോയ്സുകൾ കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കാം. അരവിന്ദ് ഫാഷൻ ഇന്റർനാഷണൽ ലൈസൻസ്ഡ് ബ്രാൻഡാണ്. 5 മെയിൻ ബ്രാൻഡുകളാണ് അവർ ഫോക്കസ് കൂട്ടിയേക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രാൻഡുകൾക്ക് ലോങ് ടേം എഗ്രിമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു സ്ഥിര വരുമാന മാർഗ്ഗമാണിത്. അരവിന്ദ് ഫാഷൻസ് തൊട്ടടുത്തുള്ള വിഭാഗങ്ങളും വിജയം കണ്ടു. 2023 ഏകദേശം 500 കോടിയുടെ വരുമാനം നേടി. ഇപ്പൊ ഫുഡ് വെയറുകളും ഇന്നർ വെയർ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയിൽ ചില ബ്രാൻഡുകളുടെ വിൽപ്പനയുടെ 20 മുതൽ 25% വരും. അപ്പൊ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽ സെയിൽസ് വർദ്ധിപ്പിക്കും കമ്പനി പദ്ധതി ഇടുന്നുണ്ട്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ അരവിന്ദ് ഫാഷൻ അവരുടെ പ്രീമിയം ബ്രാൻഡ് സെഫോറ 216 കോടിക്ക് വിറ്റു. അതുപോലെ തന്നെ അവർ ED ഹാർഡി അതുപോലെ എയറോ പോസ്റ്റൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അവസാനിപ്പിച്ചു. എന്നിട്ട് അവരുടെ മെയിൻ പ്രോഫിറ്റബിൾ ബ്രാൻഡുകൾക്ക് അവർ ശ്രദ്ധ കൂട്ടി. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. എൻട്രി ബാരിയർ കുറവുള്ള ഉയർന്ന കോമ്പറ്റീഷൻ ഉള്ള ഇന്ത്യൻ വസ്ത്ര റീറ്റെയിൽ മേഖലയിലാണ് അരവിന്ദ് ഫാഷൻ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ അതുപോലെ ഡൊമസ്റ്റിക് ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. കൂടാതെ ടാറ്റ ഗ്രൂപ്പ്, റിലയൻസ് ഗ്രൂപ്പ്, ആദിത്യ ബിർല ഗ്രൂപ്പ് തുടങ്ങിയ വൻകിട കോർപ്പറേഷനുകൾ ഈ ഒരു വിഭാഗത്തിൽ കോമ്പറ്റീഷൻ ശക്തമാക്കുന്നുണ്ട്. അപ്പൊ അരവിന്ദ് ഫാഷൻ അവരുടെ എസ്റ്റാബ്ലിഷ് ഡിസ്ട്രിബ്യൂഷേഴ്സിന്റെ സ്വകാര്യ ലേബൽ ബ്രാൻഡുകളിൽ നിന്ന് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇനി നമുക്ക് കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ നമ്പർ അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയ ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, ആദിത്യ ബിർല ഫാഷൻ റീറ്റെയിൽ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64.94 കോടി രൂപയാണ്. ആദിത്യ ബിർല ഫാഷൻ റീറ്റെയിലിന്റെ നെറ്റ് ലോസ് ആണുള്ളത് 107.6 കോടി. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം സെഫോറയുടെ സെയിൽ വഴി 216 കോടി ലഭിച്ചതാണ്. അരവിന്ദ് ഫാഷൻസിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 1.41 ആണ്. അതേ സമയത്ത് ആദിത്യ ബിർല ഗ്രൂപ്പിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 3.46 ആണ്. അപ്പൊ ഇത് ഷോപ്പർ സ്റ്റോപ്പിന്റെ 10.54 ഒരുപാട് കുറവാണ്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ഇഷ്യൂ അതുപോലെ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി 1200 കോടി ഡെറ്റ് ക്ലിയർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ 5 ഇയർ സെയിൽസ് CAGR വരുന്നത് 0.94%. ഓവർ ദ പീരീഡ് സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് റേറ്റ് ഷോപ്പർ സ്റ്റോപ്പിനേക്കാളും കുറച്ച് കുറവാണ്. ഷോപ്പർ സ്റ്റോപ്പിന് 1.74%. അപ്പോൾ ഇത് കാണിക്കുന്നത് അരവിന്ദ് ഫാഷന്റെ ബിസിനസ് സ്കെയിൽ പെട്ടെന്ന് എക്സ്പാൻഷൻ നടത്താതെ സ്റ്റഡി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 61.25% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 37.73% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്പനി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് മാൻ എന്ന ടാഗ് ലൈൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടാഗ് ലൈൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കമ്പനി ഏതാന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ റൈമണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1920
2025 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. അവർക്കൊരു വലിയൊരു റീറ്റെയിൽ നെറ്റ്വർക്ക് തന്നെയാണുള്ളത്. ഗ്ലോബലി 1409 സ്റ്റോറുകൾ, ഇന്ത്യയിൽ 600 ടൗൺ അതുപോലെ സിറ്റികളിലായിട്ട് 1365 സ്റ്റോറുകൾ, പിന്നെ ബാക്കി 7 രാജ്യങ്ങൾ 44-ലധികവും. അപ്പൊ മോശം സ്യൂട്ട് ഫാബ്രിക്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചേഴ്സിൽ ഒരാളാണ്. അപ്പൊ നീളമുള്ള വൂൾ ഫാബ്രിക് കൊണ്ട് നിർമ്മിച്ച് നന്നായി നെയ്ത് മിനുസുമായി മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്നു. ഉയർന്ന നിലവാരമുള്ള സ്യൂട്ടുകൾക്ക് പോളിഷ് ലുക്ക് നൽകുന്നുണ്ട്. അപ്പൊ നിലവിലെ ആനുവലി 38 മില്യൺ മെട്രിക് ഫാബ്രിക് ആണ് സ്റ്റാൻഡേർഡ് ബേസിസിൽ റൈമണ്ട് ഉൽപ്പാദിക്കുന്നത്. അപ്പൊ കമ്പനി 20,000-ലധികം ഡിസൈനുകളും കളറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 40-ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് ഇന്റർനാഷണൽ പ്രസൻസ് ഉണ്ട് അവർക്ക്. റൈമണ്ട് ബിസിനസ് ഓപ്പറേഷൻ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ബ്രാൻഡഡ് ടെക്സ്റ്റൈൽ, ബ്രാൻഡഡ് അപ്പാരൽ, ഗാർമെന്റിംഗ്, ഹൈ വാല്യൂ കോട്ടൺ ഷർട്ടിംഗ്. ബാക്കി 2 റിയൽ എസ്റ്റേറ്റ് അതുപോലെ എഞ്ചിനീയറിംഗ് ബിസിനസ് ആണ്. 2024 ഫൈനാൻഷ്യൽ ഇയർ റൈമണ്ട് അവരുടെ FMCG ബിസിനസ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിന് വിറ്റു. അപ്പോൾ ഇവരുടെ മെയിൻ 3 ഗ്രോത്ത് വെക്ടേഴ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ റൈമണ്ട് ഡീമേർജറിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഡീമേർജർ വഴി കമ്പനിയെ 2 ഇൻഡിപെൻഡന്റ് കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് അതുപോലെ ലൈഫ് സ്റ്റൈലിന് സെപ്പറേറ്റ് ഫോക്കസ് ചെയ്യാനായിട്ട് റൈമണ്ട് ലിമിറ്റഡ് അതുപോലെ തന്നെ RCCL. അപ്പോൾ ഈ ഒരു ഡീമേർജർ വഴി 2 ഡെറ്റ് ഫ്രീ കമ്പനികൾ ഉണ്ടാവുമെന്നാണ് ലക്ഷ്യമിടുന്നത്. ഓരോന്നിനും ബിസിനസ് ടു കസ്റ്റമർ ഫോക്കസ് ഉണ്ടാവും. സെബിയുടെ അപ്രൂവൽ ഓൾറെഡി ഉണ്ട്. സോ ഈ ഒരു സ്ട്രാറ്റജിക് റീസ്ട്രക്ചറിങ് 2 കമ്പനികളിലും ലിക്വിഡിറ്റി സർപ്ലസും അതുപോലെ തന്നെ അതാത് മാർക്കറ്റിൽ ഫ്യൂച്ചർ ഗ്രോത്ത് നൽകിക്കൊണ്ട് അവർക്ക് പൊസിഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ അവയർനെസ് കൂടുന്ന വഴി ഭാരത് ടെക്സ് 2024 ബെനിഫിറ്റ് റൈമണ്ടിന് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വരാനിരിക്കുന്ന അവസരങ്ങളിൽ ഇവർക്ക് റോൾ ഉണ്ടെന്ന് ഇൻവെസ്റ്റേഴ്സ് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ കുടുംബത്തിലെ കുടുംബ വഴക്കിന്റെ ഇടയിലും 2825 കോടി രൂപയ്ക്ക് FMCG ബിസിനസ് വിറ്റത്. അപ്പോൾ ഇതുവഴി റൈമണ്ടിന് ഒരു ഡെറ്റ് ഫ്രീ സ്റ്റാറ്റസ് ഗ്രൂപ്പ് ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1300 കോടി രൂപയുടെ സർപ്ലസ് ക്യാഷിന് കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് സെക്ടർ പ്രതീക്ഷ നൽകുന്ന മേഖലയിൽ വ്യാപിക്കുവാണ്. എയറോസ്പേസ്, ഡിഫൻസ്, ഓട്ടോമോട്ടീവ് അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉടനീളമുള്ള ടയർ 1 മാനുഫാക്ചേഴ്സിന് കമ്പനി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കയറ്റുമതി വരുമാനത്തിന്റെ 60%-ലധികം വരുന്ന ടോപ്പ് 10 ഗ്ലോബൽ ഓട്ടോ OEMs എന്നാണ്. ഇനി എക്സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്ട്രോങ് ഓർഡർ ബുക്ക് വെച്ച് ചൈന +1 ട്രെൻഡ് ക്യാപിറ്റലൈസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പോൾ ശക്തമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ് റൈമണ്ട് ഒരു മെയിൻ സ്ട്രെങ്ത്. അപ്പോൾ മേജർ സിറ്റികളിൽ മാത്രമല്ല അവരുടെ പ്രസൻസ് ഉള്ളത്, ടയർ 1 അതുപോലെ ടയർ 2 ലൊക്കേഷനിലും ഉണ്ട്. അപ്പോൾ നാഷൻ വൈഡ് 20,000-ലധികം ലൊക്കേഷനിൽ ആക്സസിബിൾ ആണ് റൈമണ്ട്. അപ്പോൾ ഡിസംബർ 31, 2023 പ്രകാരം ഇവർക്ക് 1086 റൈമണ്ട് സ്റ്റോറുകൾ, 46 മെയ്ഡ് ടു മെഷർ ഔട്ട്ലെറ്റ്സ്, 38 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് സ്റ്റോറുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 2023 സാമ്പത്തിക വർഷത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴി ഏകദേശം 5830 മൾട്ടി ബ്രാൻഡ് ഔട്ട്ലെറ്റ് കൗണ്ടേഴ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കോട്ടൺ അതുപോലെ വൂളിന്റെ വില മാറുന്നതനുസരിച്ച് റൈമണ്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസിൽ ഒരു മാറ്റം വരുത്താറുണ്ട്. അപ്പം കമ്പനി ഓസ്ട്രേലിയ അതുപോലെ ന്യൂസിലൻഡിൽ നിന്നാണ് മേജറായിട്ട് വൂൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കറൻസി വാല്യൂ മാറുന്നതനുസരിച്ച് ഇമ്പോർട്ട് കോസ്റ്റിനെ അത് ബാധിക്കും. അപ്പോൾ ഈ ഒരു റിസ്ക് ഒഴിവാക്കാനായിട്ട് ഹെഡ്ജിങ് എന്ന സ്ട്രാറ്റജി കമ്പനി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് അവർ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിലെ മാറ്റങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ മെയിൻ നമ്പേഴ്സ് അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ട്രൈഡന്റ് അതുപോലെ തന്നെ ജിൻഡൽ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി നമുക്ക് കമ്പനിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 41.86% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 117.26% റിട്ടേൺസ് കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്രയാണ് നമുക്ക് റൈമണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് കമ്പനി വെൽസ്പൺ ലിവിംഗ്. അപ്പോൾ $3 ബില്യൺ വെൽസ്പൺ ഗ്രൂപ്പിന്റെ പാർട്ടാണ് വെൽസ്പൺ ലിവിംഗ്. അതുപോലെ തന്നെ ലോകത്തെ ലാർജസ്റ്റ് ഹോം ടെക്സ്റ്റൈൽ മാനുഫാക്ചേഴ്സിൽ ഒരാളാണ്. 1985 ഒരു സിന്തറ്റിക് യാൺ കമ്പനിയായിട്ട് വെൽസ്പൺ വിനിലിംഗ് സീൽസ് മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിന്റെ കീഴിൽ പ്രവർത്തനം തുടങ്ങിയതാണ്. പിന്നീട് പേര് വെൽസ്പൺ പോളിസ്റ്റർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാറ്റി. അതുപോലെ തന്നെ 1995 വെൽസ്പൺ ഇന്ത്യ ലിമിറ്റഡ് എന്നും. നിലവിലിപ്പം വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പലതരത്തിലുള്ള ഹോം ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് അതുപോലെ തന്നെ ഫ്ലോറിംഗ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. ഹോം ടെക്സ്റ്റൈൽസിൽ വരുന്നതാണ് ബാത്ത് ആൻഡ് ബെഡ് ലിനൻ, റഗ്സ് ആൻഡ് കാർപ്പറ്റ്സ്, വെറ്റ് വൈപ്സ്, നീഡിൽ പഞ്ച് പോലത്തെ അഡ്വാൻസ് ടെക്സ്റ്റൈൽ സൊല്യൂഷൻസും. അപ്പോൾ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കോടെ 50-ലധികം രാജ്യങ്ങളിലേക്ക് റീച്ച് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഹോം ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിന്റെ ലാർജസ്റ്റ് എക്സ്പോർട്ടേഴ്സിൽ ഒരാളാണ്. അപ്പോൾ വെൽസ്പൺ ലിവിംഗിന് ഗ്ലോബൽ ജയന്റുകളായിട്ടുള്ള ടാർഗറ്റ്, കോസ്കോ അതുപോലെ വാൾമാർട്ട് പോലത്തെ ഇന്റർനാഷണൽ ക്ലയന്റുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അവർ താജ് ഹോട്ടൽ, ഡിമാർട്ട് അതുപോലെ ലൈഫ് സ്റ്റൈലിനൊക്കെ കാറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിസിനസ് മൊത്തം വാല്യൂ ചെയിനിൽ വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആണ്. അതായത് ഫാം ടു ഷെൽഫ്. അങ്ങനെ പറഞ്ഞാൽ കോട്ടൺ അവർ കളക്ട് ചെയ്തിട്ട് എൻ പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നവരെ. അതുപോലെ തന്നെ അവർക്ക് ഇൻഹൗസ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. ഇപ്പോൾ വെൽസ്പണ് 2 ഹോം ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഗുജറാത്തിലുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് ഫെസിലിറ്റി തെലങ്കാനയിലും ഉണ്ട്.
ഭാരത് ടെക്സ് 2024 വെൽസ്പൺ ലിവിംഗ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് കാപ്പബിലിറ്റീസ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വെൽസ്പൺ ലിവിംഗ് മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് എന്ന ഫിലോസഫി സ്വീകരിച്ചേക്കുവാന്നാണ് CEO അതുപോലെ MD പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി 4.0 AI ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആഗോളതലത്തിൽ കമ്പനി ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ലോകമെമ്പാടുള്ള ഇഷ്ടപ്പെട്ട സപ്ലൈ ചെയിൻ പാർട്ണർ ആകുമ്പോൾ വെൽസ്പൺ AI പവേർഡ് പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ്, ബ്ലോക്ക് ചെയിൻ, IoT, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ അഡ്വാൻസ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ ഗ്ലോബൽ പവർ ഹൗസ് ആയിട്ട് നിലനിർത്താൻ ഉപയോഗിക്കുന്നു. അപ്പം ഈ ഒരു അഡ്വാൻസ് ടെക്നോളജി അല്ലാതെ വേറെ എന്ത് കാര്യങ്ങൾ കൊണ്ടാവും ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് അട്രാക്ട് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ 2026-27 കമ്പനി 1700 കോടി വരുമാനം നേടുമെന്നാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ 50,000 സ്റ്റോറുകൾക്ക് റീച്ച് എത്തിക്കണമെന്നാണ്. അപ്പം ഡൊമസ്റ്റിക് റീറ്റെയിൽ, ഫ്ലോറിംഗ് അതുപോലെ അഡ്വാൻസ് ടെക്സ്റ്റൈൽസ് എന്നാണ് 45% ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 2026 അവസാനത്തോടെ 15,000 കോടിയുടെ ടോട്ടൽ സെയിൽസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. US, യൂറോപ്പ്, UKയിലും കേന്ദ്രീകരിച്ചുള്ള എക്സ്പാൻഷൻ സ്ട്രാറ്റജിക്കൊപ്പം China +1 സ്ട്രാറ്റജി നിന്ന് പ്രയോജനം നേടുന്നതുമായ ഇന്ത്യയുടെ വളരുന്ന വിപണിയാണ് ലക്ഷ്യം നയിക്കുന്നത്. 50,000 കോടി രൂപയുടെ ഡൊമസ്റ്റിക് ടവൽ, ബെഡ് ലിനൻ മാർക്കറ്റാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കാം. US ഹോം ടെക്സ്റ്റൈൽ വിപണി ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വിജയത്തിൽ നിന്ന് വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ് നേട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള നേട്ടമാണ്. 2023 ഡിസംബറിലെ കണക്കനുസരിച്ച് ബെഡ്ഷീറ്റുകൾക്കും ടെറി ടവലിന്റെയും മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ കൂടിയേക്കുന്ന ഡാറ്റ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബെഡ്ഷീറ്റുകൾക്ക് 43.8%, ടെറി ടവൽ 39.9%. ഡിസംബർ 2023. ഇനി വെൽസ്പൺ ലിവിംഗിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ പ്രൈസിലെ വോളറ്റിലിറ്റി അതുപോലെ ലോജിസ്റ്റിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ മെയ് 2022 പെർ ക്യാൻഡി 1 ലക്ഷം രൂപയിൽ നിന്ന് ഡിസംബർ 2023 പെർ ക്യാൻഡി 55,000 രൂപയിലേക്ക് ഡ്രോപ്പ് കണ്ടു കോട്ടൺ വിലയിൽ. 58,000 മുതൽ 60,000 ഇടയിൽ സ്ഥിരത കൈവരിക്കും മുമ്പ് 2024 ഫെബ്രുവരിയിൽ ആവറേജ് പെർ ക്യാൻഡി 56,900 രൂപയായിരുന്നു. പ്രൈസ് വോളറ്റിലിറ്റിക്കൊപ്പം സപ്ലൈ കൺസേൺസ് അതുപോലെ സ്ഥിരമായിട്ടുള്ള ഡിമാൻഡും കോംപ്ലക്സിറ്റി കൂട്ടും. റെഡ് സീയിലെ തടസ്സങ്ങൾ ഷിപ്പിംഗ് കാലതാമസത്തിനും US ഈസ്റ്റ് കോസ്റ്റിലേക്കും യൂറോപ്പിലേക്കുള്ള റൂട്ടുകൾക്ക് ഉയർന്ന കണ്ടെയ്നർ ചിലവുകൾക്കൊക്കെ കാരണമായി. അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ഷോർട്ട് ടേമിൽ മാർജിനിൽ പ്രഷർ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ മെയിൻ ഫൈനാൻഷ്യൽ നമ്പർ അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയ ട്രൈഡന്റ് അതുപോലെ റൈമണ്ട് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി നമുക്ക് കമ്പനിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 111.08% റിട്ടേൺസ് കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസിൽ 135.94% അബ്സല്യൂട്ട് റിട്ടേൺസും. സോ ഗ്ലോബൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ വലിയൊരു ഷെയർ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.